വെറും 2 ചേരുവ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ബർഫിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട നെയ്യാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ നിറച്ചും നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 200 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ എടുക്കുമ്പോൾ എപ്പോഴും തിന്നായിട്ടുള്ള സേമിയ എടുക്കുകയാണ് കുറച്ചുകൂടെ നന്നാവുക. കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അത് കൈവച്ചൊന്ന് പൊടിച്ചിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും നെയ്യിൽ കിടന്നിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കണം കേട്ടോ, അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ്. ഈ മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. പാൽപ്പൊടിയും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയൊക്കെ വെച്ച് ചെയ്തിട്ടില്ല. ആർക്കിൽ റെസിപ്പി വേണേൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതൊരു 3/4 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ നമുക്ക് ചൂടാക്കുക ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി മിൽക്ക് മെയ്ഡ് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിൽക്ക് മെയ്ഡ് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടിയിൽ ജസ്റ്റ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നെയ്യ് തടവിയിട്ടുള്ള ഒരു പാനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോൾഡ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ടോ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നന്നായിട്ട് നമുക്കിതിനെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് പ്രസ്സായാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് പിസ്തയും കാഷ്യൂസും ഒക്കെ എടുക്കാം. ഇനി നമുക്കിതിനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും പുറത്ത് ജസ്റ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസ് ഇതിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.